പുതിയൊരു യാത്രയിലേക്കാണ്. ഇടിമുഴങ്ങാപ്പാറ. തെന്മലയിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ അകത്ത് ബോട്ടിൽ യാത്ര ചെയ്ത് ഒരു സ്റ്റേ, അവിടെയാണ് ഞങ്ങളുടെ സ്റ്റേ. അപ്പം ആ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് തെന്മല ബോട്ട് ജെട്ടിയിലാണ്. ഇവിടെ ഇങ്ങനെ ബോട്ടുകളൊക്കെ ധാരാളം ഉണ്ട്. അപ്പം ഇവിടുന്ന് കുട്ടവഞ്ചി അങ്ങനെയുള്ള സവാരികളൊക്കെ ധാരാളം വരുന്നുണ്ട്. കുട്ടവഞ്ചി എന്ന് പറയുമ്പോൾ ഇവിടുന്ന് നമുക്ക് കുട്ടവഞ്ചി എടുത്ത് തുഴഞ്ഞ് ഈ കല്ലട ഡാമിൻ്റെ റിസർവെയറാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ തുഴഞ്ഞ് നടക്കാം. ഇങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഈ തെന്മല ഇതിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. പക്ഷേ ഇതൊന്നും നമ്മൾ ശരിക്കും പറഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാറില്ല. തിരുവനന്തപുരത്തുകാർക്ക് പോലും ഇവിടെ തെന്മല എത്രത്തോളം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ തന്നെ ഈ ഇടിമുഴങ്ങാൻ പാറയിൽ പോകുന്നത് ഇപ്പോഴാണ് ഇത് കണ്ടെത്തിയത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഇത്തരം യാത്രകൾ അല്ലെങ്കിൽ ഈ കാടിനകത്ത് താമസിക്കുന്നതൊക്കെ ഒരുപാട് റിസർച്ച് ചെയ്തുണ്ട്. എവിടെയുണ്ട് നല്ല കാട്ടിൽ താമസിക്കാൻ പറ്റിയത്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ താമസ സ്ഥലങ്ങളൊക്കെ നമ്മളിങ്ങനെ ഒരുപാട് റിസർച്ച് ചെയ്തിട്ട് പോകുന്നതാണ്. ഇപ്പോഴാണ് എൻ്റെ കണ്ണിൽപ്പെട്ടത് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ ഇടിമുഴങ്ങാൻ പാറ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി താമസിക്കാൻ പോകുന്നു. ഇവിടുത്തെ വിശേഷങ്ങളൊന്ന് കാണിച്ചു തരാം. ഇതൊരു ബോട്ട് ജെട്ടിയാണ്. ഇവിടുന്നാണ് ബോട്ടിൽ കയറി ഈ പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. അത്യാവശ്യം ഒരുപാട് ടൂറിസ്റ്റുകൾ ഇന്നിവിടെ ഉണ്ട്. ഇന്ന് വർക്കിംഗ് ഡേ ആണ്, എങ്കിൽ പോലും അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം ഇവിടുത്തെ വിശേഷങ്ങളൊന്ന് പങ്കുവയ്ക്കാം ഉടൻ തന്നെ. യാത്രകളിൽ മനോഹരമായ കാര്യങ്ങളെല്ലാം നിങ്ങളെ കാണിക്കുന്നതായിരിക്കും.